ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. എംടാർ ടെക് 5% ഉയർന്ന് ഹയസ്റ്റ് പ്രൈസായ 2475 രൂപയിലെത്തി. 263 കോടി രൂപയുടെ ഇന്റർനാഷണൽ ഓർഡർ കിട്ടിയതും ബ്ലൂം എനർജി എന്ന US ബേസ്ഡ് കമ്പനിയുടെ ക്വാർട്ടർ റിസൾട്ട് വന്നതുമാണ് ഹയസ്റ്റ് പ്രൈസ് റീച്ച് ചെയ്യാൻ കാരണം. ബ്ലൂം എനർജിയുടെ ക്രിട്ടിക്കൽ കമ്പോണന്റ് സപ്ലയറാണ് എംടാർ ടെക്കിന്റെ 62% റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ബ്ലൂം എനർജിയാണ്. ഡോക്ടർ റെഡ്ഡി 4% ഡൗൺ ആയി. ഡോക്ടർ റെഡ്ഡിയുടെ കീ ഡ്രഗ് അപ്രൂവൽ ഡിലേ ആയത് കാരണമാണ് ഷെയർ പ്രൈസ് ഡൗൺ ആയത്. പ്രമേഹത്തിനും ശരീരഭാരം കുറയ്ക്കുന്നതിനുമുള്ള ജനപ്രിയ മരുന്നുകളായ ഓസൈംപിക്, വെഗോവി എന്നിവയുടെ ഒരു ജനറിക് പതിപ്പായ സെമാഗ്ലൂഡൈഡ് കുത്തിവയ്പ്പിനായുള്ള ഡോക്ടർ റെഡ്ഡിയുടെ അപേക്ഷയുടെ പ്രതികരണമായാണ് നോൺ പുറത്തിറക്കിയത്. നോൺ എന്ന് പറഞ്ഞാൽ നോട്ടീസ് ഓഫ് നോൺ കംപ്ലൈൻറ്റ്സ്, അതായത് അവിടുത്തെ റൂൾസും റെഗുലേഷൻസും പാലിക്കുന്നതിൽ ഡോക്ടർ റെഡ്ഡീസ് പരാജയപ്പെട്ടു എന്നുള്ള ഒരു നോട്ടീസ് ലഭിക്കുകയുണ്ടായി. ഇത് കാനഡയിലെ പ്രൊഡക്റ്റ് ലോഞ്ചിനെ വൈകിപ്പിച്ചേക്കാം. ഗുണനിലവാരത്തിലും സുരക്ഷയിലും തങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെന്നും ആവശ്യപ്പെട്ട വിവരങ്ങൾ ഉടൻ നൽകുമെന്നും ഡോക്ടർ റെഡ്ഡീസ് അറിയിച്ചു. Q2 റിസൾട്ടുകൾ നോക്കാം. IEX ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിൻ്റെ Q2 റിസൾട്ട് നോക്കാം. റവന്യൂ 10% ഇൻക്രീസായി 154 കോടിയായിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 13.8% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ട്രേഡിംഗ് വോളിയം 16% വളർന്ന് 35,217 മില്യൺ യൂണിറ്റിൽ എത്തി. എന്നിരുന്നാലും മാർക്കറ്റ് കപ്ലിംഗ് സംബന്ധിച്ച റെഗുലേറ്ററി ഇഷ്യൂ മൂലം IEXന് മൊണോപ്പൊളി ഇല്ലാതാകും എന്ന കാരണം 3.5% IEXന്റെ പ്രൈസ് ഇടിഞ്ഞു. മാർക്കറ്റ് കപ്ലിംഗ് എന്നാൽ ഒരു സെൻട്രൽ ഏജൻസി വഴി എല്ലാ പവർ എക്സ്ചേഞ്ചുകളിൽ നിന്നുമുള്ള ഇലക്ട്രിസിറ്റി കളക്ട് ചെയ്ത് ഒറ്റ വിലയിൽ ക്ലിയർ ചെയ്യുക എന്നതാണ് മാർക്കറ്റ് കപ്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. IEXന്റെ ഒരു ഫ്ലാറ്റ് റിസൾട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. അദാനി പവർ Q2 റിസൾട്ട് 13,338 കോടിയിൽ നിന്ന് 13,456 കോടിയായി. റവന്യൂ 1% ഉയർന്നെങ്കിലും പ്രോഫിറ്റ് 3,300 കോടിയിൽ നിന്ന് 2,900 കുറഞ്ഞു. നെറ്റ് പ്രോഫിറ്റിൽ 11% ഇടിവുണ്ടായത്. അദാനി പവർ ഒരു കൺസോളിഡേഷൻ ഫോമിലാണ് ഇപ്പോൾ ഉള്ളത്. ലോധ ഡെവലപ്പേഴ്സിൻ്റെ ക്വാർട്ടർ റിസൾട്ട് നല്ലൊരു റിസൾട്ടായിരുന്നു. ലോധ ഡെവലപ്പേഴ്സിൻ്റെ Q2 റിസൾട്ട്. നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ 87% ഉയർന്ന് 790 കോടിയായി. റവന്യൂ 45% ഉയർന്ന് 3,878 കോടിയായി. മാർജിൻ 29% ഉയർന്നു. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ഫെവിക്കോൾ നിർമ്മാതാക്കളായ ഒരു മൊണോപ്പൊളി കമ്പനിയാണ് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസിൻ്റെ Q2 റിസൾട്ട് നോക്കാം. റവന്യൂ 10% ഉയർന്ന് 3,554 കോടിയായി. പ്രോഫിറ്റ് 8% ഉയർന്ന് 579 കോടിയിലെത്തി. മാർജിൻ 24% ഉയർന്നു. ഹുണ്ടായ് മോട്ടോഴ്സിൻ്റെ Q2 റിസൾട്ട് നോക്കാം. റവന്യൂ 1.2% ഉയർന്ന് 17,461 കോടിയിലെത്തി. പ്രോഫിറ്റ് 14% ഉയർന്ന് 1,572 കോടിയിലെത്തി. ഇത് മാർക്കറ്റ് എക്സ്പെക്റ്റേഷനേക്കാളും ഉയർന്നത്. മാർജിൻ 12.8-ൽ നിന്ന് 13.9% ഉയർന്നു. ഓവറോൾ നല്ലൊരു പെർഫോമൻസാണ് ഹുണ്ടായ് മോട്ടോഴ്സ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇത് മാർക്കറ്റ് എക്സ്പെക്റ്റേഷനെ ബീറ്റ് ചെയ്തിരിക്കുന്നു. ഓൺലൈൻ ഫുഡ് ഡെലിവറി കമ്പനിയായ സ്വിഗ്ഗിയുടെ Q2 റിസൾട്ട് നമുക്ക് നോക്കാം. വളരെ പുവർ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. 626 കോടി ലോസിൽ നിന്ന് 1,092 കോടിയായി ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. ITCയുടെ റവന്യൂ 3% ഡൗൺ ആയി 21,536 കോടിയിൽ നിന്ന് 21,256 കോടിയായി കുറഞ്ഞു. പ്രോഫിറ്റ് 4% ഉയർന്നു. മാർജിൻ 32.83%-ൽ നിന്ന് 34.68%-മായി ഉയർത്തി. ഒരു ഓക്കെ പെർഫോമൻസാണ് ITC കാഴ്ചവെച്ചിരിക്കുന്നത്.